പേരോട് അബ്ദുറഹ്മാൻ സഖാഫി കേരള യാത്രയിൽ നടത്തുന്ന പല സംസാരങ്ങളും സമസ്തക്കുള്ളിൽ നിന്ന് തന്നെ വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. മനുഷ്യർക്കൊപ്പം എന്ന ടൈറ്റിൽ നടക്കുന്ന കേരള യാത്രയിൽ മുജാഹിദ് വിദ്വേഷം ആളിക്കത്തിക്കുകയാണ് പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയെ പോലെയുള്ള മുസ്ലിയാക്കന്മാർ. കാരണം പേരോട് അബ്ദുറഹ്മാൻ സഖാഫി അടക്കമുള്ള മുസ്ലിയാക്കന്മാരെ വഹാബിയാക്കി ചിത്രീകരിച്ചുകൊണ്ട് ചില ആളുകൾ രംഗത്ത് വന്നതോടെ ഇപ്പോൾ നിക്കക്കള്ളിയില്ലാതെയായിരിക്കുകയാണ്. പണ്ട് പറഞ്ഞ പല വാദങ്ങളും ഇന്ന് മാറ്റി പറഞ്ഞുകൊണ്ട് പുതിയ പല വാദങ്ങളുമായാണ് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി നിലവിൽ അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പല രീതിയിലും ഉള്ളിൽ നിന്നും പുറത്തു നിന്നും ഇദ്ദേഹത്തെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം പറയുന്നത് പ്രഭാഷണങ്ങളും ഖണ്ഡനങ്ങളും സംവാദങ്ങളും ചർച്ചകളും ഒക്കെ ഉള്ളത് കൊണ്ടാണ് പള്ളികളൊക്കെ അങ്ങനെ തന്നെ നിലനിൽക്കുന്നത്, ഇല്ലെങ്കിൽ അതൊക്കെ കൈവിട്ടു പോകുമായിരുന്നു പല ആളുകളുടെ കയ്യിലേക്കും എന്ന രീതിയിലൊക്കെ അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. ചിലര് ചിലപ്പോൾ ചോദിക്കും, എന്തിനാണ് സംവാദം, എന്തിനാണ് ഖണ്ഡന പ്രസംഗം, എന്തിനാണ് അതേ പരസ്പരം ഇങ്ങനെ? പരസ്പരം അങ്ങനെ ഇല്ലെങ്കിൽ പള്ളികൾ എന്താകും? പരസ്പരം അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ, സംവാദങ്ങളും ചർച്ചകളൊന്നും ഇല്ലെങ്കിൽ പള്ളികളൊക്കെ എന്താകും എന്നാണ് അദ്ദേഹത്തിന്റെ സംസാരം. നിലവിൽ സംവാദങ്ങളും ചർച്ചകളും കൊണ്ടൊക്കെ ആർക്കാണ് നേട്ടമുണ്ടായതെന്നൊന്നും മുസ്ലിയാർക്ക് അറിയാഞ്ഞിട്ടൊന്നുമല്ല, പക്ഷെ അങ്ങനെ പറയുകയാണ്. അവരുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ തന്നെ പലതും പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ. പള്ളികൾ എന്താകും? പള്ളികളിൽ ഇസ്ലാം ഉണ്ടാവില്ല, പിന്നെ പുതിയ ഒരു ഇസ്ലാമിനെ കൊണ്ടുവന്ന് പ്രതീക്ഷിക്കും. അത് അദ്ദേഹം പറഞ്ഞു വരുന്നത് സെലഫികളെ കുറിച്ചാണ്. ഇങ്ങനെ സംവാദങ്ങളും ചർച്ചകളും ഒന്നും ഇല്ല എങ്കിൽ പിന്നീട് അവിടെ സെലഫികൾ ആധിപത്യം സ്ഥാപിക്കും. അതിനുള്ള ഉദാഹരണങ്ങൾ അദ്ദേഹം പറയുന്നു. അല്ലേ, അങ്ങനെയല്ലേ ബഹുമാനപ്പെട്ട അതേ അബുൽ ഹസൻ ശാദിലി റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ നിർമ്മിക്കപ്പെട്ട കോഴിക്കോട്ടെ പള്ളി എങ്ങനെ നഷ്ടപ്പെട്ടു? മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിന്റെ പേരിൽ നിർമ്മിക്കപ്പെട്ട അതേ മുഹീദ്ദീൻ പള്ളി എങ്ങനെ നഷ്ടപ്പെട്ടു? നിങ്ങൾക്കറിയില്ലേ ടിപ്പു സുൽത്താൻ? ആ ടിപ്പു സുൽത്താൻ എ ക്ലാസ് സുന്നിയായിരുന്നില്ലേ? അദ്ദേഹത്തിന്റെ പട്ടാളക്കാർക്ക് നിസ്കരിക്കാൻ നിർമ്മിക്കപ്പെട്ട പട്ടാള പള്ളി എങ്ങനെ നഷ്ടപ്പെട്ടു? പള്ളികൾ ആർക്കാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്? അവിടെയുള്ള ആളുകളൊക്കെ യഥാർത്ഥ അഹ്ലുസുന്നയുടെ ആശയം മനസ്സിലാക്കി അതിലോട്ടേക്ക് മാറി. അപ്പോൾ സ്വാഭാവികമായും പള്ളി അതിലോട്ടേക്ക് മാറി എന്നതാണല്ലോ യാഥാർത്ഥ്യം. അതല്ലാതെ ആരെങ്കിലും പോയി അവിടെയുള്ള ആളുകളൊക്കെ വലിച്ച് പുറത്തിട്ടിട്ട് പള്ളി അങ്ങ് പിടിച്ചെടുത്തതാണോ? അങ്ങനെയൊന്നും അല്ലല്ലോ. അദ്ദേഹത്തിന്റെ ഈ ഒരു സംസാര ശൈലിയിൽ നിന്ന് നിങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ടാകുമല്ലോ. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് സംവാദങ്ങളും ചർച്ചകളും ഖണ്ഡനങ്ങളും പ്രഭാഷണങ്ങളും ഒക്കെ നടത്തുന്നത് കൊണ്ടാണ് ഇങ്ങനെ പലതും കൈവിട്ട് പോകാതിരിക്കുന്നത് എന്ന്. ഇങ്ങനെയൊക്കെ മുസ്ലിയാർ പറഞ്ഞ അവസ്ഥക്ക് മുസ്ലിയാരോടൊന്ന് പറയാനുള്ളത്, നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിങ്ങൾ ഈ അടുത്ത കാലത്ത് നടത്തിയ പല സംസാരങ്ങളും കേട്ടത് കൊണ്ട് പറയുകയാണ്, മിക്കവാറും നിങ്ങളുടെ സിറാജുൽ ഹുദയും അതുപോലെ തന്നെ കാരന്തൂർ മർക്കസും ഒക്കെ മുജാഹിദുകളുടെ കയ്യിലേക്ക് എത്തും. അതായത് നിങ്ങളടക്കമുള്ള പല ആളുകളും യഥാർത്ഥ അഹ്ലുസുന്നയുടെ ആദർശത്തിലേക്ക് വരികയും സ്വാഭാവികമാണ് നിങ്ങൾ നിർമ്മിച്ച മസ്ജിദുകളും പള്ളികളും അതുപോലെ തന്നെയുള്ള സ്ഥാപനങ്ങളും കാര്യങ്ങളും ഒക്കെ അഹ്ലുസുന്നയുടെ ആദർശത്തിലേക്ക് വരും. അപ്പോൾ അത് പിടിച്ചെടുത്തു എന്ന് പറഞ്ഞ് പിൽക്കാലത്ത് കുറെ ആളുകൾ ഒച്ചയും ബഹളം ഉണ്ടാക്കുമ്പോൾ അവർ പറയുന്നത് വിവരക്കേട് എന്നല്ലാതെ മറ്റെന്താണ് പറയുക? പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഉസ്താദിനോട് പറയാനുള്ളത്, നിങ്ങൾ മാറിയാൽ, നിങ്ങളുടെ കൂടെയുള്ളവർ മാറിയാൽ സ്ഥാപനങ്ങളും കാര്യങ്ങളും ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ടും അതും മാറും എന്നുള്ളതാണ്.